നമുക്ക് ഇന്ന് എയർ ഫ്രയറിൽ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഒരു വാനില ബട്ടർ കേക്കും ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലും ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചൂടാക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിൽ 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ട് അരിച്ച് ഇതിലോട്ട് ഇടണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്കും ബട്ടറും കൂടെയുള്ള മിക്സ് ഇതിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബട്ടർ പുരട്ടി അതിൻ്റെ പുറത്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ പുറത്ത് ബട്ടറും പുരട്ടി ആ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലോട്ട് ഒരു 165 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കാം. കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് റെഡിയായി. ഇതിന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്ത് മുറിച്ച് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി. വാനില ബട്ടർ കേക്ക്. ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കേക്കാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം.